ഞാൻ അറിയുന്നു. നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു. ഇതാ നിന്റെ മുൻപിൽ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം എല്ലാരും പൂട്ടാൻ വേണ്ടി അടയ്ക്കണല്ല. ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന ഒരു വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വിശ്വാസത്തിന്റെ വാതില്, സ്വർഗത്തിലേക്കുള്ള വാതില് ദൈവം തുറന്നിട്ടിരിക്കുക. നിത്യതയുടെ വാതിൽ തുറന്നിട്ടിരിക്കുക. നിന്റെ ശക്തി പരിമിതമാണ്. ഈ സ്വർഗത്തിലേക്ക് വാതിലേക്ക് നീ പ്രവേശിക്കുന്ന നിന്റെ ശക്തി പരിമിതമാണ്. എങ്കിലും നീ എന്റെ വചനം കാത്തു. അതാണ് സംഭവം. ഇങ്ങനെ ഈ കളകളെ പെരുക്കി കളയണ വെച്ചാല് അന്ന് പറയുന്നുണ്ട്, യജമാനൻ പറയുന്നുണ്ട്, കളകള് കൊയ്ത്തുകാലം വരെ ഇവിടെ നിൽക്കട്ടെ എന്ന് പറയുന്നുണ്ട്. നിത്യത വരെ നിൽക്കട്ടെ എന്ന്. അതായത് നീ പെരുക്കിയാൽ തീരത്തില്ല. അത് മനസ്സിലായില്ലേ? ഇപ്പോൾ ഓരോ അണ്ണന്മാർ നിരീശ്വരവാദം ഓരോരോ രീതിയിലല്ലേ, ഓരോരോ വിഷയം. ചിലപ്പോൾ അഗ്നോട്ടിസ്റ്റ് ആര് പറയും, എനിക്ക് അറിയത്തില്ലെന്ന് പറയും. ചില ആൾക്കാർ ദൈവം ഇല്ലെന്ന് പറയും. അത് യുക്തിരഹിതമാണ്. കാണാത്ത ഒരു വിഷയത്തെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് യുക്തിരഹിതയില്ലേ? അവരെ കാണുന്നില്ല എന്ന് വേണേൽ പറയാം. അതെ, ഇല്ലെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ്? അത് തമ്മിൽ ഒക്കണില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നിന്റെ ശക്തി പരിമിതമാണ്. ഈ കളകളെ എല്ലാം പ്രഭോ ഞങ്ങൾ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളെങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ കളകൾ ഞങ്ങൾ എടുത്ത് കളയട്ടെ എന്ന് പറയുമ്പോൾ ദൈവത്തിന് അറിയാം കളകൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയാം. എന്താ കാര്യം? എടുത്ത് കളയാനുള്ള ശക്തി നിനക്കില്ല, മാനുഷികമായിട്ടില്ല. കൊയ്ത്ത് കാലം ആകുമ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞോളാം. അയ്യോ, ഞാൻ എടുത്ത് കളഞ്ഞോളാം എന്ന് പറയും. എടുത്ത് കളയാൻ ശക്തി നിനക്കില്ല. എങ്കിൽ എന്ത് ചെയ്യും? നിനക്ക് കളകളെ പറിച്ച് കളയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ കളയാനുള്ള ശക്തി നിനക്കില്ല. നിരീശ്വരവാദത്തെ തുടച്ചു നീക്കാൻ നിനക്ക് പറ്റണില്ല. പുതിയ കുപ്പിയിൽ പുതിയ ഉരുപ്പടിയായിട്ട് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടേ